അതെ, നീ പെട്ടെന്ന് ഒരുങ്ങി വാ, ആൽബിച്ചിനിപ്പോൾ വരും. ആലോഷി പറഞ്ഞിട്ട് ബെഡിൽ കിടന്നു. ചന്ദനൻ ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് പോയി. ഡ്രസ്സ് മാറി പെട്ടെന്ന് ഇറങ്ങി വന്നു. പിങ്ക് നിറത്തിലുള്ള ഒരു ചുരിദാറായിരുന്നു അവളുടെ വേഷം. ആലോഷി ആലോചനയിൽ ഇരിക്കുന്നത് കണ്ട് ചന്ദന നോക്കി. മുടി കെട്ടുമ്പോഴും അവൻ അതേ ആലോചനയിൽ തന്നെയായിരുന്നു. എന്തു പറ്റീച്ചാ? ചന്ദന ചോദിച്ചു കേട്ട് ആലോഷി നോക്കി. അല്ല ചന്ദന, ഡോക്ടറെ കാണാൻ പോകാം. ഒരുപാട് കാശ് വേണ്ടി വരുമോ എന്തോ? എൻ്റെ കയ്യിൽ അത്രമാത്രം പൈസ ഒന്നുമില്ല. എല്ലാത്തിനും ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ? ഷാനുവിന് നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാമായിരുന്നു. അതിന് ഫോണും ഇല്ലല്ലോ. ഫോണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ ഫോൺ ഉണ്ടിച്ചാ. ഇന്നലെ രാത്രിയിലാണ് ബാഗിൽ കിടന്ന ഫോൺ കണ്ടത്. ഓഫായി പോയിരുന്നു. ചാർജിലിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലുണ്ട് ഷാനുവിൻ്റെ നമ്പർ. ചന്ദന ടേബിളിലിരുന്ന ഫോൺ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. അല്ല, ചാർജിലിട്ട് നീ ഇത് ഓണാക്കിയില്ലായിരുന്നോ? ആലോഷി പറഞ്ഞിട്ട് ഫോൺ ഓണാക്കി. ഓ, അത് ഞാൻ മറന്നുപോയി. പൈസ ചോദിക്കാനായി ഇപ്പോൾ വിളിക്കേണ്ട. ചന്ദന പറഞ്ഞിട്ട് ബാഗിൽ നിന്നും ഒരു കുഞ്ഞ് ബോക്സ് എടുത്തു. അതിലൊരു പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിരുന്ന പൊതിയെടുത്തു. ചീറ്റ കല്യാണത്തിന് കൊടുത്തയച്ച സ്വർണമായിരുന്നു അതിൽ. അത് ചന്ദന ചിരിയോടെ അവൻ്റെ കയ്യിൽ കൊടുത്തു. ഇച്ച, ഇത് വിറ്റ് കിട്ടിയ പണം വാങ്ങിയ അത്യാവശ്യ കാര്യത്തിന് ഉപയോഗിക്കുക. പിന്നെ എൻ്റെ ദേഹത്തുള്ളതുണ്ടല്ലോ, ആവശ്യത്തിന് ഉപയോഗിക്കാം. ആദ്യം കാര്യം നടക്കട്ടെ. എൻ്റെ ഈച്ച നാട മുന്നിലും തല കുനിക്കരുത്. ചന്ദനം പറഞ്ഞപ്പോൾ അതിശയത്തോടെ അവൻ അവളെ നോക്കി. ഇതൊന്നും അവൻ്റെ ചിന്തയിൽ വന്നതേയില്ലായിരുന്നു. ഇത് അന്ന് ചീറ്റ കൊടുത്തുവിട്ട സ്വർണ്ണല്ലേ? അലോഷി ചോദിച്ചു. അതെ, ഇത് ഞാൻ ഈ ബാഗിൽ ഭഗവാന്റെ രൂപത്തോടൊപ്പം കൊണ്ടു നടക്കുന്നതാണ്. അതാണ് ഇതെൻ്റെ കയ്യിലുണ്ടാകാൻ കാരണം. വാങ്ങിത്തുന്ന സ്വർണമെല്ലാം നെല്ലിക്കാട്ടിൽ തന്നെയാണ്. എൻ്റെ ദേഹത്ത് കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. ചന്ദന പറഞ്ഞപ്പോൾ അലോഷി തല വെട്ടിച്ചു. ഇത് ചീറ്റ തന്നതല്ലേ? ഒന്നും ചെയ്യണ്ട, നീ തന്നെ വെച്ചോ. ഞാൻ നോക്കട്ടെ, ആരോടെങ്കിലും ചോദിക്കാം. ആലോഷി ഒന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇച്ചയൻ ആരോടും കടം ചോദിക്കാൻ പോകാൻ പാടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കടം ചോദിക്കാൻ നടക്കുന്നു എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനാണോ? തന്നെയുമല്ല, ആൽബിസിനല്ലേ അതിൻ്റെ ക്ഷീണം. നമ്മളിവിടെ കൊണ്ടുവന്ന ആൽബിസിനല്ലേ? ചേട്ടായിക്കത് സഹിക്കാൻ പറ്റുമോ? ഇത് ചേട്ടായി അറിയാതെ ഇച്ചൻ വിറ്റോ. കട ഏറ്റെടുത്താലും കുറച്ച് കാശ് വേണ്ടേ കയ്യിൽ? ചന്ദ്രൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ താൻ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് എന്ന് മനസ്സിലായി അവന്. എന്നാലും ഇത് അവൻ്റെ വാക്കുകൾ പൂർത്തിയാക്കാതെ അവളെ നോക്കി. ഓരെന്നാലും ഇല്ല. പിന്നെ ഇതിപ്പോൾ എടുത്താലും നമുക്ക് പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കാലോ. എന്തായാലും ഞാൻ എല്ലാം വിട്ട് നടക്കുന്നൊന്നുമില്ല. എല്ലാത്തിനും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ചേട്ടായിയെ. ചന്ദന പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലായി അവന്. ശരി, ഇതിന് പകരം ഞാൻ നിനക്ക് ഇരട്ടി വാങ്ങിത്തരും, ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു അലോഷി. മതി, എനിക്ക് വാക്കുകൾ മാത്രം കേട്ടാൽ മതിച്ച. ചന്ദൻ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു. അലോഷി അത് വാങ്ങി ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഭദ്രമായി വെച്ചു. രണ്ടുപേരും താഴേക്കിറങ്ങി വരുമ്പോഴേക്കും ആൽബി എത്തിയെന്നും. വണ്ടി നിർത്തി ഇറങ്ങി വന്ന അവൻ്റെ കയ്യിൽ 2 കവർ ഉണ്ടായിരുന്നു. കൺഗ്രാജുലേഷൻസ്, ആൽബി പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് വന്നു. താങ്ക്സ് ആൽബിച്ച, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടടോവേ. ആൽബി അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ചന്ദന, ദാ പിടിച്ചു എൻ്റെ സമ്മാനം. ഒരു വലിയ കവർ അവളുടെ കയ്യിൽ കൊടുത്തു ആൽബി. എന്താ ചേട്ടാ ഇതൊക്കെ? ചന്ദന ആകാംക്ഷയോടെ ചോദിച്ചു. അത് പിന്നെ 2 പേർക്കും കുറച്ച് പുതിയ ഡ്രസ്സാണ്. ഇത് എൻ്റെ മധുരം തന്നെ ആകട്ടെ. ആദ്യം കയ്യിലിരുന്ന പെട്ടിയിൽ നിന്നും ലഡു എടുത്ത് അലോഷിക്കും ചന്ദനയ്ക്കും വായിൽ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു ആൽബി. എന്നാത്തിന് ആൽബിച്ച ഡ്രസ്സൊക്കെ? അലോഷി വിഷമത്തോടെ ചോദിച്ചു. അത് എൻ്റെ ഒരു സന്തോഷത്തിന്. ഞാൻ ഡോക്ടറെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്, പെട്ടെന്ന് പോകാം. ആൽബി തന്നെ എല്ലാവർക്കും മധുരം കൊടുത്തു. എന്നതാ അപ്പേ? ലഡു വാലിട്ട് നുണഞ്ഞിട്ട് ഇവമോൾ ചോദിച്ചു. അതേ, അപ്പയുടെ പൊന്നറിഞ്ഞില്ലേ, ഒരു കുഞ്ഞുവാവ കൂടി കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരാൻ പോകുന്നു. ചന്തുമ്മയുടെ വയറ്റിലുണ്ട് കുഞ്ഞുവാവ. അമ്മ ചേച്ചിയുടെ വയറ്റിലെ കുഞ്ഞുവാവ. അതേപോലെ ആൽബി മോളെ എടുത്ത് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ആനോ ചന്തു? അവളുടെ നീല കുഞ്ഞിക്കണ്ണുകൾ അത്ഭുതത്തിൽ വിടർന്നു. അതെ മോളെ, ചന്ദന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ അടുത്തുണ്ടാകാം. എനിക്കൊരാളെ കാണാനുണ്ട്. നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഞാൻ വരാം. അലോഷി പറഞ്ഞിട്ട് തിരക്കിട്ട് ഇറങ്ങാൻ പോകാനിറങ്ങി. അലോഷി, നീ എവിടേക്കാണ് പോകുന്നത് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നീ ഇപ്പോൾ എങ്ങും പോകുന്നില്ല. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോകുന്നു. ആൽബി പറഞ്ഞു കേട്ടപ്പോൾ അലോഷി ചന്ദനയെ നോക്കി. അവൾ കണ്ണടച്ച് കാണിച്ചു. എല്ലാവരും ഹോസ്പിറ്റലിൽ പോകാനിറങ്ങി. നന്ദനയും മക്കളും അവർ പോകുന്നത് നോക്കി നിന്നു. ഹോസ്പിറ്റലിൽ എത്തിയവർ. ആൽബി തന്നെയാണ് ടോക്കൺ എടുക്കാനും മറ്റും പോയത്. ഡോക്ടർ നമ്പർ വിളിച്ചപ്പോൾ അലോഷിയും ചന്ദനയും സോഫിയും കൂടി കയറി. സോഫിയെ കണ്ട് ഡോക്ടർ പുഞ്ചിരിച്ചു. ഡോക്ടർ, ഇതെൻ്റെ അനിയത്തിയാണ് ചന്ദന. കാലത്ത് എഴുന്നേറ്റപ്പോൾ ഇവൾക്കൊരു ഛർദിയും തളർച്ചയും, അതാണ് കൊണ്ടുവന്നത്. സോഫി കാര്യം പറഞ്ഞു. ശരി ശരി, ടെസ്റ്റ് ചെയ്ത് നോക്കാം. കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? ഡോക്ടർ ചോദിക്കുന്നതിനെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞു ചന്ദന. സിസ്റ്റർ ചെയ്യേണ്ടത് പറഞ്ഞേൽപ്പിച്ചു ഡോക്ടർ. സിസ്റ്റർ കൂടെ പോയിക്കോളൂ, റിസൾട്ട് കിട്ടിയിട്ട് വിളിക്കാം. ചന്ദന സിസ്റ്റർ കൂടെ പോയി. ആലോഷിയും സോഫിയും റൂമിന് പുറത്തേക്ക് നടന്നു.
കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചന്ദന തിരികെ വന്നു. അരമണിക്കൂർ ഇരിക്കാൻ പറഞ്ഞു. ചന്ദന സോഫയുടെ അടുത്തിരുന്നുകൊണ്ട് പറഞ്ഞു. ആലോഷി ടെൻഷനോടെ ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവരുടെ റൂമിലേക്ക് വിളിച്ചു. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ അലോഷി, നിങ്ങളുടെ ഊഹം ശരിയാണ്, ചന്ദന പ്രഗ്നൻ്റ് ആണ്. ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോൾ അവന് സമാധാനമായി. പിന്നെ ആദ്യത്തെ 2-3 മാസം ഛർദിയും തലച്ചുറ്റലുമൊക്കെ ഉണ്ടാകും. അതൊന്നും കാര്യമാക്കേണ്ടതില്ല. ഛർദിച്ച് കഴിഞ്ഞാൽ കുറേശ്ശെയായി വീണ്ടും ഭക്ഷണം കഴിക്കാം. പിന്നെ ബ്ലഡിൻ്റെ അളവ് കുറച്ച് കുറവുണ്ട്. ഒരു ടാബ്ലറ്റ് എഴുതുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ വേണം. കഴിയുന്നതും സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതും യാത്രയും ഒഴിവാക്കുക. അതൊക്കെ ഒരു മുൻകരുതലാണ്. ആദ്യത്തെ 2-3 മാസം ശ്രദ്ധിക്കണം. അടുത്ത മാസം ഡേറ്റിന് ഒന്നുകൂടി വരണം. കുറച്ച് ടെസ്റ്റുകൾ കൂടി അപ്പോൾ ചെയ്ത് നോക്കാനുണ്ട്. ബ്ലഡിൻ്റെ അളവ് കൂടിയോ എന്ന് നോക്കണം. 1 മാസം ആയല്ലേ ഉള്ളൂ. വ്യക്തമായി ഒന്നും അറിയില്ല. ഇപ്പോൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഡോക്ടർ പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നി എല്ലാവർക്കും. വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ ഒരു മൊബൈൽ ഷോപ്പിന് മുന്നിൽ വണ്ടി നിർത്തി ആൽബി, ഇറങ്ങി വാ, 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. ആൽബി അലോഷിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നത് സോഫിയും ചന്ദനയും നോക്കിയിരുന്നു. തിരിച്ചു വരുമ്പോൾ അലോഷിയുടെ കണ്ണുകൾ ചുവന്നിരിക്കുന്നത് ശ്രദ്ധിച്ചു ചന്ദന. അവൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ കവറിലേക്കും അവളുടെ നോട്ടം എത്തി. 2 പേരും വണ്ടിയിൽ കയറി. അലോഷി, നീ എന്നെ ബന്ധക്കാരനായി കാണുമ്പോഴാണ് കുഴപ്പം. എന്നെ നല്ല ഫ്രണ്ടായി കരുതണം. നിനക്ക് വിഷമമാകുമെന്നറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു കൂട്ടുകാരനെ പോലെയാണ് നീ എനിക്ക്. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ കൊണ്ടാവുന്നത് കണ്ടറിഞ്ഞ് ഞാൻ ചെയ്തു തരും. നീ അതിനെ വിഷമിച്ചിട്ട് കാര്യമില്ല. വെറുതെ ആയി ഒന്നും കരുതണ്ട. നിനക്ക് തിരിച്ചു തരാനുണ്ടാകുമ്പോൾ തിരിച്ചു തന്നാൽ മതി. പിന്നെ ബ്രോക്കർ നാരായണൻകുട്ടി ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് നാരായണൻ്റെ ഷോപ്പ്. എത്തുന്നതിന് മുൻപ് ചെറിയ ഓടിട്ട വീടാണെന്നാണ് പറഞ്ഞത്. വാടക കുറവുണ്ട്. നീ പറഞ്ഞത് കൊണ്ടാണ് കടയുടെ അടുത്ത് മതിയെന്ന്. അല്ലെങ്കിൽ കുറച്ചുകൂടെ മാറി നല്ല വീട് തന്നെ നോക്കാമായിരുന്നു. പോകും വഴി നമുക്കൊന്ന് നോക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നാളെ തന്നെ കരാർ എഴുതാൻ കൊടുക്കാം. ആൽബി പറഞ്ഞു കേട്ടപ്പോൾ ആശ്വാസമായി അലോഷിക്ക്. പോരും വഴി വീടിറങ്ങി കണ്ടു എല്ലാവരും. ചെറിയ മുറ്റം വേര് കെട്ടി തിരിച്ചിരിക്കുന്നു. മുറ്റത്തു നിന്നും 2 സ്റ്റെപ്പ് കയറിയാൽ കുഞ്ഞു ഉമ്മറത്തേക്ക്. അവിടെ നിന്നും ഒരു കുഞ്ഞു ഹാളിന് തൊട്ട് 2 കുഞ്ഞു റൂം. അത് കഴിഞ്ഞ് ഒരു കുഞ്ഞു ഡൈനിങ് ഏരിയ, കുഞ്ഞു വാഷ് ഏരിയ. അതിന് എതിർവശം ബാത്റൂമും കുഞ്ഞടുക്കളയും. അടുക്കള വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങിയാൽ കുഞ്ഞു വരാന്ത. അതിനടുത്തൊരു കുഞ്ഞു ബാത്റൂം. കുറച്ച് സ്ഥലമുണ്ട് പിൻവശത്ത്. കുഞ്ഞു വീടെങ്കിലും ഉള്ളത് നല്ല വൃത്തിയും. അലോഷി പറഞ്ഞു. നിങ്ങൾക്ക് വീട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നമുക്ക് അവിടെ എല്ലാവർക്കും കൂടി സന്തോഷത്തോടെ കഴിയാമായിരുന്നു. ആൽബി ഒന്നുകൂടെ പറഞ്ഞു നോക്കി. ഇത് മതി ആൽബിച്ച, അലോഷി പറഞ്ഞു. തിരികെ പോരുമ്പോൾ അവരുടെ മനസ്സ് ശാന്തമായിരുന്നു. അലോഷി ബിസിനസ് വിട്ടു എന്ന് ബിസിനസ് ലോകം മറിഞ്ഞു കഴിഞ്ഞു. ഓഫീസിൽ ഫോൺ വിളികളുടെ പ്രവാഹമായി. അജീവിന് വല്ലാത്തൊരു അടുത്തന്നെയായിരുന്നു. ബാറിൻ്റെ ഓപ്പണിംഗ് നീട്ടിവെക്കാൻ നെല്ലിക്കാട്ടിൽ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അതിൻ്റെതായ വിളികളും വേറെ. ന്യൂസ് ഫ്ലാഷ് ആയപ്പോൾ മുതൽക്ക് അലോഷിയുടെ ഫോണിൽ കസ്റ്റമേഴ്സിൻ്റെ വിളികളായിരുന്നു കൂടുതൽ. അലോഷി കിട്ടാതെ വന്ന് പലരും അജീവിനെ ചീത്ത വിളിക്കുകയും ചെയ്തു. അജുവിൻ്റെ കസ്റ്റമേഴ്സിനോടുള്ള ഇടപെടൽ അത്ര സുഖത്തിലുള്ളതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അജുവിനെ പലർക്കും താല്പര്യക്കുറവുമായിരുന്നു. നെല്ലിക്കാടൻ ഗ്രൂപ്പുമായി പലരും ബിസിനസ് ബന്ധം ഒഴിയുകയും ചെയ്തു. അലോഷി ഉണ്ടെങ്കിലേ ബിസിനസ്സിന് താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് TV-യിൽ വാർത്തകളും വന്നു. യങ് ബിസിനസ്മാൻ ഫീൽഡിൽ നിന്നും വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. അവരുമായി മത്സരിച്ചിരുന്ന പല കമ്പനികൾക്കും അതൊരു നേട്ടമായിരുന്നു, പ്രത്യേകിച്ച് നന്ദനം ഗ്രൂപ്പ്സിന്. വാർത്ത ഉച്ചത്തിൽ വെച്ചുകൊണ്ട് ജഗൻ ചേച്ചിയുടെ അരികിൽ വന്നു. ചേച്ചി കേട്ടോ, അലോഷി കെട്ടിപ്പടുത്ത സാമ്രാജ്യം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞിരിക്കുന്നു. ചീട്ടുകൊട്ടാരം പോലെ. ഈ കുഴിയിൽ നിന്നും എഴുന്നേൽക്കാൻ അവന് വർഷങ്ങൾ വേണ്ടിവരും. അനിയൻ പറയുന്നത് കേട്ട് അവനോട് എന്തൊക്കെ വിളിച്ചു പറയണം എന്ന് തോന്നി അവൾക്ക്. അവളുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ കടലിരമ്പി. ഇന്ന് തലച്ചായ്ക്കാൻ ഒരിടം പോലും ഇല്ലാതെ അവൻ അലയുകയാണ്. പിന്നെ ടോണി ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. ബാർ ഓപ്പണിംഗ് നിർത്തിവെച്ചു. അവൻ്റെ തകർച്ച തുടങ്ങി ചേച്ചി. ജഗൻ പറയുന്നത് വാതിൽക്കൽ നിന്ന് കേട്ടുകൊണ്ട് നിർമ്മല അകത്തേക്ക് കയറി വന്നു. നീ വല്ലാതെ അഹങ്കരിക്കണ്ട മോനെ. അലോഷി വീണാലും 4 കാലിലെ വീഴും. അവനെ തോൽപ്പിക്കാൻ നീ എന്നുകൂടി എൻ്റെ വയറ്റിൽ ജനിക്കണം. ഇവളുടെ ഭ്രാന്ത് ഒന്നടങ്ങിയതേയുള്ളൂ. ഇനി അടുത്ത ഭ്രാന്ത് നിനക്കും തുടങ്ങിയോ? അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അവനോട് ഇത്ര ദേഷ്യം? ഈശ്വരൻ നിരക്കാത്തതൊന്നും ചെയ്യാൻ പാടില്ല മക്കളെ. അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. മോനെ, നീയും നിന്റെ ചേച്ചിയുടെ പാത പിന്തുടരുത്. അമ്മ പറയാനുള്ളത് പറഞ്ഞത് മാത്രം. നിർമ്മല മക്കളെ ഒന്ന് നോക്കിക്കൊണ്ട് തിരികെ പോയി. വൈകിട്ട് കോച്ചിങ് ക്ലാസ്സിൽ നിന്ന് വന്ന ചാരു മനസ്സാകെ മടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വെറുതെ അവൾ കിച്ചൻ്റെ റൂമിലേക്ക് പോകാൻ തോന്നിയത്. ചാരു മുകളിലേക്ക് കയറി അലോഷിയുടെ റൂം ലക്ഷ്യമാക്കിക്കൊണ്ട്. റൂമിൻ്റെ വാതിൽ ചാരിയിട്ടതേയുള്ളായിരുന്നു. അകത്തേക്ക് കയറിയ അവളൊന്ന് പകച്ചു നിന്നു. ലില്ലിയേട്ടത്തി, ചാരി ഉറക്കെ വിളിച്ചു. മോളെ, ഞാൻ വെറുതെ
ലില്ലി പരുങ്ങിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളോട് ആരാ ഈ റൂമിലേക്ക് കടക്കാൻ പറഞ്ഞത്? കടന്നത് പോട്ടെ, ആര് പറഞ്ഞു എൻ്റെ ഏട്ടത്തിൻ്റെ ആഭരണങ്ങൾ എടുക്കാൻ, ഏട്ടത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ? ചാരു ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. അല്ല, അതിനിപ്പോൾ ആരുടെയെങ്കിലും അനുവാദം വേണോ? അവർ ഇനി വരാനൊന്നും പോകുന്നില്ല, വെറുതെ എന്തിനാ ഇതൊക്കെ ഇവിടെ വെച്ചിട്ട്? ചാരു ലില്ലിയുടെ കഴുത്തിൽ കിടക്കുന്ന ഡയമണ്ട് മാലയിലേക്ക് നോക്കി. എൻ്റെ ഏട്ടത്തിൻ്റെ മാല നിങ്ങളോട് ആരാ ഇടാൻ പറഞ്ഞത്? ചാരു ബലം പിടിച്ച് മാല ഊരി വാങ്ങിച്ചു. എടി, നീ ഇതിന് സമാധാനം പറയേണ്ടി വരും, നിന്റെ ഒരു ഏട്ടത്തി. ചാരു തുള്ളിക്കൊണ്ട് ലില്ലി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ചാരു ലില്ലിക്കുട്ടി പോകുന്നത് നോക്കി ദേഷ്യത്തിൽ നിന്നും തൊട്ടടുത്ത റൂമിലായിരുന്ന ആൻമേരി അടുത്ത ആഴ്ച മുതൽ ക്ലാസ്സിലേക്ക് പോകാനുള്ളത് കൊണ്ട് നോട്ട്സ് കംപ്ലീറ്റ് ആക്കുകയായിരുന്നു. അവളപ്പോൾ ആലോഷിയുടെ റൂമിൽ നിന്നും ബഹളം കേട്ട് ആൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ലില്ലിക്കുട്ടി ചാടത്തുള്ളി സ്റ്റെയർ കേസ് ഇറങ്ങി പോകുന്നതാണ് കണ്ടത്. ആൻമേരി ആലോഷിയുടെ റൂമിലേക്ക് വരുമ്പോൾ ചാരു ബെഡിലിരുന്ന് ചന്ദനയുടെ വസ്ത്രങ്ങൾ എടുത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് കരയുകയായിരുന്നു. അവളാകെയൊന്ന് നോക്കി വലിച്ചു വാരിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങളും തുറന്നു വെച്ചിരിക്കുന്ന ആഭരണ പെട്ടിയും. എന്നതാ ചാരു, എന്തുണ്ടായത്? നീ എന്തിനാ കരയുന്നത്? ആൻമേരി അവൾ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ലില്ലിയേട്ടത്തി, എൻ്റെ ചന്ദനേട്ടത്തിയുടെ, അവൾക്ക് തേങ്ങിൽ ഒതുക്കാൻ കഴിയുന്നില്ലായിരുന്നു. പറച്ചാരു, ആൻ വീണ്ടും അവളെ നിർബന്ധിച്ചു. ചന്ദനേട്ടത്തിയുടെ ആഭരണങ്ങളും ഡ്രസ്സുമെല്ലാം ലില്ലിയേട്ടത്തി എടുത്ത് നോക്കുകയായിരുന്നു ഞാൻ വരുമ്പോൾ. എന്തിനത് എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് അവർ ഇനി ഇങ്ങോട്ട് തിരികെ വരില്ലെന്നും ഇതൊക്കെ പിന്നെ എന്തിനാ വെച്ചിരിക്കുന്നതെന്നും ചാരു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സാറില്ല, പോട്ടെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കാൻ പറയണം അമ്മച്ചിയോട്. ഇത്രയും സ്വർണം ഇവിടെ വെച്ചാൽ അതിൽ നിന്ന് എന്തെങ്കിലും പോയാൽ പിന്നെ എല്ലാവരെയും സംശയിക്കും, എന്നെ ഉൾപ്പെടെ. അതുകൊണ്ട് താഴെ പോയി എല്ലാവരോടും പറയണം. ആൻ പറഞ്ഞു കിട്ടി ചാരുവിന് അത് ശരിയാണെന്ന് തോന്നി. ശരി, വല്യമ്മച്ചിയോട് തന്നെ പറയാം. ചാരു കണ്ണുകൾ അമർത്തി തുടച്ച് ആഭരണപ്പെട്ടിയും വസ്ത്രങ്ങളും എടുത്ത് ഷെൽഫിൽ വെച്ചു. ആൻ മെരിയും വസ്ത്രങ്ങൾ എടുത്ത് വയ്ക്കാൻ അവളെ സഹായിച്ചു.